Judges, please note. Card number 11 on the stage. घोराणां दानवानां निरुपमपृतनां भारखिन्नां धरित्रीं ओरोरो लीलावतारेरഴകിനൊട്ടു समाश्वासयन्तं नितान्तं क्षीराम्बोधौ भुजङ्गाधिपशयनतले യോഗനിദ്രാമുദാരാം നേരെ കൈക്കൊണ്ടു ലക്ഷ്മി കുളിർമുല പുണരും പത്മനാഭം ഭജേതാ. ധർമാർത്ഥ കാമമോക്ഷാദികളായിരിക്കുന്ന പുരുഷാർത്ഥ ചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് സകല ജഗതാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന സ്വാമി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശ്രീമദ് പാദാരവിന്ദങ്ങളെ സർവകാലവും ഹൃദയകമലകർണികാ മധ്യത്തിങ്കലം മാറുവച്ച് നിശ്ചല ഭക്തി പുരസരമാം വണ്ണം ഉപാസിച്ചു കൊള്ളണം. അകൃത സുഹൃതന്മാർക്ക് അസുലഭമായിരിപ്പതേ മനുഷ്യജന്മം എന്ന മനുഷ്യജന്മത്തെ ദൈവത്തിങ്കൽ ഗത്വാ ലഭിച്ച സമയത്തിങ്കൽ ഒരവസരം വരുമ്പോൾ ഈശ്വരനെ പ്രസാദിപ്പിച്ച് പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ സാധിപ്പിച്ചു കൊള്ളുവാൻ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കലും പ്രയത്നം ചെയ്തു കൊള്ളണം. ഈശ്വരനെ പ്രസാദിപ്പിക്കുക എന്ന് വരുന്ന സമയത്തിങ്കൽ തൽസേവാ മാർഗങ്ങളും ഫലപ്രകാരേണയാകുന്നത് ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം, പ്രതിവാചനം, സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, കഥാകഥനം, കഥാശ്രവണം എന്നുള്ളതിൽ അനായസേന മോക്ഷത്തെ സാധിപ്പാനായിക്കൊണ്ട് കഥാശ്രവണത്തോളം കഥാകഥനത്തോളം നന്നല്ലതേ മറ്റൊന്നും. കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ വാക്കിന് മാധുര്യാദി ഷഡ്ഗുണങ്ങളുടെ തികച്ചിലുണ്ടായിരിക്കണം. ആയതൊന്നിന്റെയും ലവലേശം പോലുമില്ല എങ്കിലും സകല കലാവല്ലഭന്മാരായി സകല ശാസ്ത്ര പണ്ഡിതന്മാരായിരിക്കുന്ന വിദ്വാജനങ്ങളെ കൊണ്ടു നിറഞ്ഞതായ സഭാമധ്യത്തെ പ്രാപിച്ച് പഠിച്ചതിൽ വണ്ണം പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ ഈശ്വര ഇവന്റെ ബുദ്ധി ഈശ്വര കഥയിങ്കലല്ലോ ലയിച്ചത്. ആയത് ഹേതുവായിട്ട് ഗുരുകാരുണ്യ ലക്ഷ്മി നിയോഗാൽ. എങ്കിലോ പണ്ട് കൈലാസനാഥനായിരിക്കുന്ന ശ്രീ പരമേശ്വരന്റെ മാനസപുത്രന്മാരായിരിക്കുന്ന ത്രിപുരന്മാരുടെ അഹങ്കാരം കൊണ്ട് ഭൂലോകവും ദേവലോകവും ഭയന്നിരിക്കുന്ന അവസരത്തിങ്കൽ അവരിൽ നിന്നും രക്ഷ നേടാനായിക്കൊണ്ട് ഒരു ഉപായത്തെ കാണാനായിട്ട് ബ്രഹ്മവിഷ്ണുവായവർ ശ്രീ പരമേശ്വരനെ ദർശിക്കാനായിട്ട് കൈലാസത്തിങ്കൽ എത്തിച്ചേർന്ന സമയത്തിങ്കൽ ലോകൈകനാഥനായിരിക്കുന്ന ആ ചന്ദ്രചൂടൻ യഥാവിധി അവരെ സ്വീകരിച്ചു. അത് എപ്രകാരമാണ് എന്നാണെങ്കിൽ കമ്പേന മൂർധശതപത്രയോനി വാചാഹരിം വൃത്രഗണം സ്മിതേന ആലോകമാത്രേണ സുരാനശേഷാൻ സംഭാവയാമാസ യഥാപ്രധാനം. ഓരോരുത്തരെയും അവരവരുടെ പ്രാധാന്യമനുസരിച്ച് പശുപതി അവരെ സ്വീകരിച്ചു. ഓരോരുത്തരെയും വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ ആ സ്വീകരണത്തിന് ഒരു നന്മ ഉണ്ടാവില്ല. നോക്കൂ, ഇവിടെ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും വേണ്ട വിധത്തിൽ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ട്. നോക്കൂ, ഇവര് പ്രധാനികളാണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇവര് ഇരിപ്പിടൊക്കെ കൊടുത്തിരുത്തിയിരിക്കണത്. കേമായി എന്നെ തന്നെയാ വേണ്ടത്. ഞാൻ അന്യ ഭഗവാനും ചെയ്തത് നിങ്ങൾക്ക് തന്നെ അറിയണ കാര്യമാണ്. ഇന്ന് സ്വീകരണം വ്യക്തികളിൽ നിന്നും വസ്തുക്കളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്വീകരണം ആരാ വരുന്നത്? കൊറേ പേരുണ്ടല്ലോ. ആദ്യം വരണ ആള് ഇരുചക്ര വാഹനത്തിലാണ് വരുന്നത്. ആള് കേമനാണെന്ന് തോന്നുന്നു. ആളെ തന്നെ ആദ്യം അങ്ങോട്ട്
സ്വീകരിക്കാം. അങ്ങോട്ട് നിരീക്കുമ്പോൾ അടുത്ത ആള് പുറപ്പാട്. ആള് 4 ചക്ര വാഹനത്തിലാണ് വരുന്നത്. സ്വന്തായിട്ട് 4 ചക്ര വാഹനേ കേമായിരിക്കണോ. ആളെ തന്നെ ആദ്യം അങ്ങോട്ട് സ്വീകരിക്കാം. പിന്നെ കൂടെ സ്ത്രീജനങ്ങളും ഉണ്ട്. അവരാണെങ്കിൽ ആകെ മഞ്ഞ നിറത്തിലാ വരുന്നത്. ഇത് കണ്ട സ്വർണം സ്ത്രീരൂപം ധരിച്ചു വരികയാണെന്ന് തോന്നും. ഇന്ന് ആ വസ്തുക്കളെ നോക്കിയിട്ടാണ് ആളുകളെ സ്വീകരിക്കണത്, വ്യക്തിത്വത്തെ നോക്കിയിട്ടല്ല. എന്നാൽ ഭരണാധികാരികൾ നായകന്മാരൊക്കെ വരികയാണെങ്കിൽ തിക്കി തിരക്കി കുറച്ചു ഉപനായകന്മാർ അവരുടെ കൂടെ ഉണ്ടാവും. താനും നായകന്മാരുടെ ഒപ്പം നിന്നാൽ തന്നെയും നായകനായി സ്വീകരിച്ചാലോ എന്ന മിഥ്യാധാരണയാണ്. എന്നാൽ ആ ചന്ദ്രചൂഡനാകട്ടെ ബ്രഹ്മാദികളെ സംഭാവയാമാസ യഥാപ്രധാനം കമ്പേന മൂർത്ത ശതപത്രയോനി. ശതപത്രയോനി എന്ന് പറഞ്ഞ ബ്രഹ്മാവിനെ കമ്പേന മൂർത്ത. കമ്പേന മൂർത്ത എന്ന് പറഞ്ഞാൽ തല ഇളക്കുക. തല ഇളക്കിക്കൊണ്ട് ബ്രഹ്മാവിനെ. അങ്ങനെയാണോ തല ഇളക്കുക? അങ്ങനെയാണോ? അല്ല. ഞാനിപ്പോ തല ഇളക്ക എങ്ങനെയാന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്കൊക്കെ സംശയമായി ഉണ്ടാവും. അതിൽ അതിശയിക്കാനൊന്നുമില്ല. തല ഇളക്കാന്ന് പറയുമ്പോ 2-3 തരം ഉണ്ട്. ചില ആളുകൾ വരുമ്പോ ഇത് ചോദിക്കും, അതോ എന്താ ഇങ്ങോട്ട് വന്നേ, ഇതിനിപ്പോ ഇങ്ങോട്ട് എഴുന്നള്ളേ എന്നാണ് അതിന്റെ അർത്ഥം. ചിലരാണെങ്കിലോ എന്ന് കാണിക്കും. അതാണെങ്കിലോ വേണ്ട നീ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അതിന്റെ അർത്ഥം. ചിലരാണെങ്കിലോ തലേമിൽ കയ്യും വെച്ചിട്ട് പറഞ്ഞിട്ടാ നിൽക്കും. അതാണെങ്കിലോ ഈശ്വര ഇവൻ വീണ്ടും വന്നോ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഭഗവാൻ സ്വീകരിച്ചത്. ബഹുമാനത്തോടു കൂടി തലയൊക്കെ ഒന്ന് കുനിച്ച് ബ്രഹ്മാവാണല്ലേ, വരൂ കയറിയിരിക്കൂ, വന്നതിൽ സന്തോഷം, വരുന്ന നിരീച്ചില്ല കേട്ടോ എന്ന് തോന്നുമാർ വണ്ണം വേണം തല കുനിക്കാൻ. ഇങ്ങനെ കമ്പേന മൂർത്ത ശതപത്രയോനി വാചാഹരിം. വാചാഹരിം വാക്കുകൾ കൊണ്ട് ഹരിയെ. ഹരി ആരാ? വിഷ്ണു. വിഷ്ണുവിനെ വാക്കുകൾ കൊണ്ട്. വിഷ്ണു ആണല്ലേ, സന്തോഷായിരിക്കണോ. എല്ലാവരും കൂടി വരുന്നു നിരീച്ചില്ല കേട്ടോ. കാലായി ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. വരൂ കയറി ഇരിക്കൂ. ഇങ്ങനെ വിഷ്ണുവിനെ വാചാഹരിം വൃത്രഗണം സ്മിതേന. അങ്ങനെ നോക്കിയപ്പോ കുറച്ചു പേരും കൂടി അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അവരെ ഭഗവാൻ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഭഗവാൻ പുഞ്ചിരിച്ചപ്പോൾ എല്ലാവർക്കും തോന്നി തന്നെയാണ് നോക്കി പുഞ്ചിരിക്കണേ, തന്നെയാണ് നോക്കി പുഞ്ചിരിക്കണേന്ന് തോന്നി. എല്ലാവർക്കും സന്തോഷായി. ഇങ്ങനെ വൃത്രഗണം സ്മിതേന ആലോകമാത്രേണ സുരാനശേഷാൻ. ബാക്കി കുറച്ച് ദേവന്മാരും കൂടി അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവരെ ഭഗവാൻ ഒന്ന് കടാക്ഷിച്ചു. ഭഗവാൻ കടാക്ഷിച്ചപ്പോൾ എല്ലാവർക്കും തോന്നി തന്നെയാണ് നോക്കണത്, തന്നെയാണ് നോക്കണത് തോന്നി. എല്ലാവർക്കും സന്തോഷായി. ഇങ്ങനെ ആലോകമാത്രേണ സുരാനശേഷാൻ സംഭാവയാമാസ യഥാപ്രധാനം. ഓരോരുത്തരെയും അവരവരുടെ പ്രാധാന്യം അനുസരിച്ച് ഒരേ സമയത്ത് ലോകൈകനാഥനായിരിക്കുന്ന ചന്ദ്രചൂഡൻ അവരെ യഥാവിധി സ്വീകരിച്ചു. ഇങ്ങനെ കമ്പേന മൂർത്ത ശതപത്രയോനി തലയിളക്കിക്കൊണ്ട് ബ്രഹ്മാവിനെയും വാചാഹരിം വാക്കുകൾ കൊണ്ട് ഹരിയെയും വൃത്രഗണം സ്മിതേന വൃത്രഗണങ്ങളെ ഒരു പുഞ്ചിരി കൊണ്ടും ആലോകമാത്രേണ സുരാനശേഷാൻ ബാക്കിയുണ്ടായിരുന്ന ദേവന്മാരെ ഒരു കടാക്ഷം കൊണ്ടും സംഭാവയാമാസ യഥാപ്രധാനം. ഓരോരുത്തരെയും അവരവരുടെ പ്രാധാന്യം അനുസരിച്ച് ഒരേ സമയത്ത് ലോകൈകനാഥനായിരിക്കുന്ന ആ ചന്ദ്രചൂഡൻ എല്ലാവരെയും സന്തോഷിപ്പിച്ച് സ്വീകരിച്ചു. ഇങ്ങനെ യാതൊരു ഭഗവാൻ ബ്രഹ്മാദികളെ വേണ്ട പ്രകാരം സ്വീകരിച്ചുവോ ആ ഭഗവാൻ നമ്മളെവരെയും രക്ഷിക്കുമാറാകട്ടെ. അമരി കബരി ഭാരത് ഭ്രമരി മുഖരി കൃതം
ദൂരീകരോതു ദുരിതം ഗൗരീ ചരണ പങ്കജം. ഇതോടുകൂടി